എന്താ നിങ്ങക്ക് ഇംഗ്ലീഷ് പാട്ട് പാടണോ? പിന്നെ ഈ പാട്ട് ഇഷ്ടമല്ലാന്നോ അതോ? പാട്ട് ലവ് സോങ്, പക്ഷെ അർത്ഥം അറിയില്ല. അർത്ഥം അറിയാം ഏകദേശം, പക്ഷെ അറിയില്ല. 1.3 ബില്യൺ വ്യൂ ഉണ്ടെന്നു. അപ്പൊ ഏത് പാട്ടാ നിങ്ങക്ക് ഇഷ്ടം? ഇത് ഫേവറേറ്റ് ആണ്, പക്ഷെ പാട് ശരിയായിരുന്നു. വെള്ളം സോറി അടിച്ച് കട്ടായതാ വെള്ളടിച്ച് കട്ടായതോട്ട് പോയാ. അല്ല നമുക്ക് കൊറേ അടിച്ചിട്ടുണ്ടോ? ഒന്നിങ്ങ വന്നേ. സത്യം പറയോ എപ്പോഴാണ് കുഴപ്പമില്ല. ഒന്ന് പാടുന്നു. നോ ഇഷ്യൂസ്. അടിപൊളി. അതാ ഞാനും അറിയാം മെൽവിൻ ഇങ്ങനെ ഇവൻ ഇങ്ങനല്ലോട്ടെ ഇവ അടിച്ച് കട്ടായിട്ട് ഒരക്ഷരം ഉണ്ടാ പേടിയവന്. എനിക്കൊന്ന് എന്റർടൈനിങ് ആയിട്ട് തോന്നി കാണും. അതല്ല ഇന്ന് ഓണാണ്. മോക്കിംപേടില്ലേ നമ്മളെ കത്തിച്ച പാട്ടാണ് മോക്കിംപേട് എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ എനിക്ക് കേട്ടത് ഇങ്ങനെ ശരിയായിരുന്നു തോന്നുന്നു. പക്ഷെ അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് കുഴപ്പമില്ല. നമ്മള് സ്വന്തം ചെയ്യുന്നുണ്ട്, അത് കേട്ടാ മതി. കുഴപ്പമില്ല, കേൾക്കാം. അത് മതി. മെൽവിൻ ഒരു പാട്ട് പാടട്ടെ. മെൽവിൻ പാടട്ടെ. കഴിവ് മെൽവിൻ പാട്ട് മലയാളം പാട്ട് അല്ലല്ല അത്രയും പറഞ്ഞ പാട് പാടിട്ട് പോയാ മതി. പിന്നല്ല നീ പാട്. ഏതാ വേണ്ടേ? ഒന്ന് ഏതാ വേണ്ടേ? പറ ഏത് പാട്ട് പാടിക്കോ നിനക്ക് ഇഷ്ടമുള്ള പാടിക്കോ. ഇന്നേ വരെ ഒരു പാട്ട് പിന്നെ ഏതും പാടും. ഏത് പാട്ട് പാടണം നിങ്ങൾ പറ. നീ ഇഷ്ടമുള്ള ഞാൻ പാടും. നീ ഇഷ്ടമുള്ള പാട് ഇംഗ്ലീഷ് ഒന്നുമില്ല, മലയാളം പാട്ട് പാടിക്കോ. ഹേ മേരേ ഹംസഫർ एक सत्ता सिंध सा ए हमारे इश्क हाथे मंजिल प्यारी है अपुचे तुता शिशितोषम तू फल्लाए ना कैसे अपने लिए मंजिल प्यारी है मेरे हम सफल एक सत्ता सिंध सा ये हमारे इश्क हाथे मंजिल प्यारी अपुचे तुता शिशितोषम तू फल्लाए ना कैसे अपने लिए मंजिल प्यारी ए मेरे हम सफल एक सदा सिंध सा അപ്പൊ ഇത് അറിഞ്ഞോണ്ട് എന്താ നീ ഊതിയ അടിച്ച് നല്ല കാട്ടാ അടിച്ച് നല്ല ചെറുതായിട്ട് ചെറുതായിട്ട് വീടിന് ഇങ്ങോട്ടേക്ക് അടിക്കുന്നു വേണോ? ഇല്ല അടിച്ചില്ലേ ചെറുതായിട്ടോ? സോറി ബ്രോ, ഒരിക്കലും നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കാത്ത ഇവരെല്ലാം നമ്മൾ ഇത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇവ അത്രയും സൈലന്റ് ആയിട്ട് ഒരു സൈഡിൽ ഇരിക്കുന്നത് വെള്ളമടിച്ച് കട്ടായോണ്ട് മാത്രം പറയുന്നത്. ബ്രോന്റെ പെർഫോമൻസ് ബ്രോ ഗസ്റ്റ് ഓഫ് ദ മന്ത് ബ്രോ, ഔട്ട്സ്റ്റാൻഡിംഗ് ബ്രോ, ഗസ്റ്റ് ഓഫ് ദ മന്ത്. അല്ലല്ല, ഞാൻ ചാറ്റിൽ കൂടെ കാണുമ്പോൾ എല്ലാവരും ഗസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് സന്തോഷം. താങ്ക് യു കേട്ടോ. അത് ഡോണ്ട് ഫീൽ ബാഡ്. ജസ്റ്റ് ഒരു കള്ളോടിയൻ എന്തെല്ലോ കാണിക്കുന്ന നോ സീൻ.
നോസി എനിക്കൊരു പ്രശ്നവുമില്ല. ഓക്കെ ലാസ്റ്റ് ഒരു സോങ് കൂടി ഇതാക്കി നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ലാസ്റ്റ് മെൽവിന് ആദ്യമായിട്ട് കള്ളോട് അല്ല ബ്രോക്ക് പ്രശ്നമില്ല, എനിക്ക് മനസ്സിലായി. ബ്രോ വെരി ഗുഡ് മാൻ. ഞാൻ പെട്ടെന്ന് എനിക്ക് മൈൻഡ് ഇതായി പോയത്, പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റില്ല പാട്ട്. എന്റെ ഗ്ലാസ് എടുത്ത് കുടിച്ചു. ആ റാംബോ മെൽവിനും ആണ് ഇവിടെ. സ്ട്രീം തുടങ്ങിയതിനു ശേഷം ഞാൻ പറഞ്ഞതാ ഈ വീട്ടില് ആൽക്കഹോൾ കയറ്റരുതെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ ഇവര് രണ്ടാളും അടിക്കും, മനസ്സിലായോ? പറഞ്ഞിടല്ല ഞാൻ കുടി നിർത്തി. ഇവ സ്ട്രീമിന്റെ ഇവ പ്രൊഫഷണൽ ടൈം പ്രൊഫഷണൽ മനസ്സിലാവും. ഞാൻ ഇത് കഴിഞ്ഞിട്ട് അവനോട് സംസാരിച്ചോളാം. അപ്പം ഡബിൾ ജെ ദ റാപ്പർ ഗൈസ്, ഞാൻ ലിങ്ക് ഞാൻ ചാറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എവറിബഡി ഇൻ ദ ചാറ്റ് എല്ലാരും പോയിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അണ്ടർ റേറ്റഡ് ജമ്മാണ് നമ്മളെ. ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മളെ സ്ട്രീമിനെ കൊണ്ടുവരുന്നത്. അസ്പാക്കിന് ഒരു ബിഗ് ഡബ്ല്യൂ നിങ്ങളുടെ ആൾക്കാരെ തപ്പി കൊണ്ടു തരുന്നുണ്ട്. ഓക്കെ, എനിവേസ് എന്തെങ്കിലും നമ്മളെ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ടീം ആൻഡ് ദി എൻറ്റയർ ഗാങ് ഫസ്റ്റ് വലിയൊരു കയ്യടി. നിങ്ങളുടെ ജേർണിയും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു വലിയൊരു ഹസിലാണ്, അത്ര എളുപ്പമുള്ള കാര്യമാണ് നിങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം. എല്ലാവരോടും ഷൗട്ട് ഔട്ട്. അത് ഫസ്റ്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ നിങ്ങൾ നമ്മളെ പോലെ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നു. ഗസ്റ്റിന് ഇങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് ഗസ്റ്റുകൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്, അത് അടിപൊളിയാണ്. ഇതിങ്ങനെ തുടർച്ചയായിട്ടും ചെയ്യുക, നമുക്കും വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണിത്. താങ്ക് യു സോ മച്ച്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇംഗ്ലീഷ് ഹിറ്റ്സ് ഡിഫറെന്റ് എന്ന് പറയുന്നുണ്ട്. എല്ലാവരും പോയി പുള്ളിയുടെ ഇത് ചാനലും പേജെല്ലാം പോയിട്ട് സബ് ചെയ്യുക, അതിൽ ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പൊ താങ്ക് യു ബ്രോ. താങ്ക് യു മാൻ. താങ്ക് യു ഫോർ കമ്മിങ്. കൂടെ വന്ന ആൾക്കാർ പേരെന്താ? ഷഹൽ ബ്രോ. ഇവര് ഷെഹലാണ് നമ്മുടെ ആള്. ഷെഹല് അടിപൊളിയായിട്ട് ആർട്ട് വർക്കും ആൽബം ആർട്ടും ഒക്കെ ചെയ്യും. കവർ ആർട്ടിസ്റ്റ് ഒക്കെ ചെയ്യും, പോസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്യും. എടുക്കണം വർക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പൊ ഇത് ഇവരെങ്ങനെ പരിചയപ്പെട്ടു? ഇവനെ ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടു. പിന്നെ ഇവന്റെ ക്ലാസ്മേറ്റ് ആണിത്. ഓക്കെ എന്തായാലും താങ്ക് യു ബ്രോ. താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു ഗൈസ്. താങ്ക് യു സോ മച്ച്. ഡബിൾ ജെ കാണാം. താങ്ക് യു സോ മച്ച്. സോറി നോ ഇഷ്യൂസ്. അപ്പൊ ശരി, പീസ് ഔട്ട് ഗൈസ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാനും പോവാ. എന്റെ മൂട് പോയി. മെൽവിനെ അവളോടൊക്കെ രണ്ട് പറയാനുണ്ട്. എനിക്ക് രണ്ട് തെറിയോ എനിക്ക് വിളിക്കണം. ഞാൻ കാര്യം പറയാം. നമ്മളിതെല്ലാം 10 റേറ്റിംഗ് കണ്ടിട്ടുണ്ടോ? അതില്ല എൽവി റിമൂവ് മെൽവിനെ റിമൂവ് ചെയ്തു. ഗിവ് ഹിം പണിഷ്മെന്റ്. മെൽവിന് നമുക്ക് പണിഷ്മെന്റ് കൊടുത്താലോ? ചീത്ത വിളിക്ക് മാത്രല്ല സ്പിന്ന്, ബാഡ് ബിഹേവിയറിന് സ്പിന്ന് വേണ്ടേ? അല്ലെ വേണ്ട ചാറ്റ് പറ. ഒരു 2 മിനിറ്റ് ഞാൻ ഫോട്ടോ എടുക്കട്ടെ. 2 മിനിറ്റ്. അപ്പൊ ഗൈസ് അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഗൈസ് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോണ്ട് ഒരാൾ ഇങ്ങനെ വരുന്നത് ഫുൾ ഓൺ ആയിട്ട്. ഞാൻ വിചാരിച്ചു ഇത്രയും ദിവസം കാണാത്ത ഒരാളുണ്ട് ഇപ്പൊ ഓണാണ്. ഒരു പറഞ്ഞു നല്ല ഇറങ്ങുമ്പോ എനക്കൊരു ഡൗട്ട്, ഈ അടിച്ചാൽ ഇത്രയും പാട്ട് വരുമോ? ഓൻ അന്ന് അടിക്കാണ്ട് ഇത്രയും പാടിയിട്ടില്ലല്ലോ. ഇത് അടിച്ചിട്ടാണോ? അല്ലടാ, ഓൻ ഇത്രയും ഹിന്ദി അറിയില്ലല്ലോ. ഇതെങ്ങനെയല്ല മലയാള പാട്ട് പാടാൻ പറ്റും, ഹിന്ദി പാട്ട് പാടിയത്. അതെ സ്പിന്നുണ്ടായി എനിക്ക്. ഇതാ ചാറ്റ് മൊത്തം സ്പിന്ന്. എനിക്ക് തോന്നി അടിച്ചതാണെന്ന്. റാംബോ മെൽവിൻ എടാ മാറി. റാംബോ മെൽവിൻ എന്ന് പറയാൻ വേണ്ടി ഞാൻ നിന്റെ നാട്ടിൽ ചീത്ത വിളിയാണെന്നുണ്ടെങ്കിൽ നീ അവിടെ ഇരുന്ന് ഊമ്പിക്കോ എന്ന് ഇവിടെ വിളിക്കാം. മനസ്സിലായി? നീ അവിടെ ഇരുന്ന് ഊമ്പിക്കോ. മനസ്സിലായി? മെൽവിനിസ് റൈറ്റോ? എടാ റൈറ്റോ റോങ്ങോ എന്നല്ലാടാ. ഓക്കെ, ചിലപ്പോൾ ഓനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, ഓനിക്കത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടല്ലോ. പക്ഷേ സ്റ്റിൽ ഒരു ഗസ്റ്റിന് മുന്നേ ഒരിക്കലും പറയരുത്, മനസ്സിലായോ? അത് തെറ്റാണ്, ചെയ്ത് തെറ്റാ. ബാഡ് ബിഹേവിയർ, അത് ഡിസ്റെസ്പെക്റ്റാ, ഉറപ്പായിട്ട് ഡിസ്റെസ്പെക്റ്റാ. ഞാൻ പറയുന്നത് ഡിസ്റെസ്പെക്റ്റിന് ബാഡ് ബിഹേവിയറിന് സ്പിന്ന് വേണം, അല്ലേ?
വേണ്ടേ? പിന്നെ അതേ ഉള്ളൂ. ഇപ്പൊ സ്പിൻ ചെയ്യിപ്പിച്ച പ്രശ്നമാണ്. ആള് പിടിച്ച് കവട്ടയായിട്ടാണ് ഉള്ളവന്. ഇപ്പൊ സ്പിൻ ചെയ്യിപ്പിച്ച് ഏത് പണിഷ്മെന്റ് കിട്ടിയാലോ ചെയ്യുമ്പോ ഫുള്ളും മൊത്തം മാറും. ജട്ടി ചാൻസ് എല്ലാം കിട്ടാനായിട്ടും ഓൻ അത്രയും ആഗ്രഹിക്കുന്ന സമയമായിരിക്കും. മനസ്സിലാവും. കെട്ടിറങ്ങട്ടെ, നാളെ നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ സംസാരിച്ച് നോക്കി, അവനോട് സംസാരിച്ചിട്ട് കാര്യം ഞാൻ അവര് ആ ജയജന്റെ മുന്നിൽ നിർത്തി സോറി പറയിപ്പിച്ചു. പക്ഷെ സോറി പറയുമ്പോൾ പോലും ഓനിങ്ങനെ ആക്കിട്ട് എന്തോ ഇതാക്കിയ മനസ്സിലാവും. ബോധമില്ല. നാളെ ഇതാക്കിയിട്ട് കാര്യം മൂടും പോയി ഓട്ട. ആദ്യമായിട്ടാണ് മെൽവിൻ ഇങ്ങനെ സംസാരിക്കുന്നത്. പൊട്ടെന്ന് വന്നിട്ട് ആദ്യമായിട്ട് ഇപ്പൊ ഇങ്ങനെ പാട്ട് ഇവൻ എന്റെ മുഖത്ത് നോക്കിട്ട് സംസാരിക്കില്ലല്ലോ. ഇവന് നാടല്ലേ? കഴിഞ്ഞോ? ലൈവ് കഴിഞ്ഞോ ഷമീറിന്റെ? ഷമീറിന്റെ കഴിഞ്ഞോ? നോക്കിയ നോ മോർ ആൽക്കഹോൾ ഇൻ ദ ഹൗസ്. എടാ ഞാൻ പറഞ്ഞടാ, ഞാൻ കുറെ പറഞ്ഞു. ഇപ്പൊ നീ കയറ്റല്ലോ. ഇപ്പൊ മെൽവിനാണ് ആള്. മെൽവിൻ ഇവ കുടിച്ചിട്ട് പുറത്തുനിന്ന് കുടിച്ചിട്ട് വരുന്നേ തോന്നല്ലേ? കുപ്പിയില്ല ഓന്റെ വണ്ടി വെച്ചിട്ട് കുടിക്കുന്ന. ഓക്കെ, എനിവേസ് ഗൈസ്, അപ്പൊ നാളെ കാണാം, നാളെ രാത്രി കാണാം. ഗുഡ് നൈറ്റ് ഗൈസ്, സീ യു ഗൈസ് ടുമോറോ. എടാ ഓന ഇപ്പൊ ഈ കള്ളുടിച്ച സ്ഥിതിയിൽ ഓരോ പണിഷ്മെന്റ് എങ്ങനെ കൊടുക്കും? നാളെ സംസാരിക്കാം. അതെ, എന്നെ പിടിച്ചടിച്ചു. മെൽവിൻ അങ്ങനെയല്ല ആവോ? ആലോചിച്ച് നോക്കിയാ മെൽവിൻ അങ്ങനെയല്ല ആവുന്ന ആലോചിച്ച് നോക്കിയാ. ചാറ്റ് നോ എൻഡ് പിന്നെ എന്താ ചെയ്യണ്ട പറ. ചാറ്റ് പറ, എന്താ ചെയ്യണ്ട പറ. അവിടെ സമയമാണ് 2 മണിയാണ്. മറ്റേ നേരത്തെ കൊടുത്ത അപ്പീലത് ക്ലിയർ ആക്കിക്കോ. അപ്പീലുണ്ട്. മങ്കിന്റെ അല്ലേ? മങ്കിയിൽ ഇനി കയറാൻ പറ്റൂല ഇല്ലെങ്കിൽ സ്ട്രീം അണ്ടർ റിവ്യൂ നാളെ നോക്കാം. നാളെ എന്നെ സ്ട്രീം തുടങ്ങുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ഓർമ്മിക്കണം. ഈ മങ്കി റെഡിയാക്കാൻ ഇത് പേ ചെയ്താ അൺബാൻ ചെയ്യുമ്പോൾ ഇത് എന്തൊരു ഊമ്പിയ നിയമാല, എന്തൊരു നിയമാല. വെറുതെ പൈസ വെട്ടിക്കാനുള്ള പരിപാടിയാണ് ഈ മങ്കി. ചാറ്റില് എല്ലാരും പോയി സപ്പോർട്ട് ചെയ്യും. ഓക്കെ, വിഷയത്തിൽ ഹിസ്റ്ററി കാണിച്ചാന്നോ നീ നീ ആ ഹിസ്റ്ററി കാണിക്കുമ്പോ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴോ? ഞാൻ പാടും. പോടാ, നീ എന്താണ് ഒളിച്ചു കളിക്കുന്നത്? ഞാൻ പാടാം. അടിച്ചാലോ കള്ളുടിച്ചാലോ? ഇതെന്താ മെൽവിൻ എന്റെ മുഖത്ത് നോക്കാൻ തരില്ല. അത് മെൽവിനാന്ന് എടുത്തിട്ട് സംസാരിക്കുന്നു. നീ ആറാന്നൊക്കെ. നെഞ്ചിടിപ്പിഞ്ചേ താളക്കൊട്ടാനായി നൊമ്പരങ്ങൾ പാടാഞ്ഞാ നൊമ്പരങ്ങൾ പാടാഞ്ഞാ. അതാ നീ സ്ക്രിപ്റ്റാന്നാ പറയുന്നത്. എന്താ പറയാ? അതാരാൻ പറഞ്ഞത്? സുധീഷാ? സുധീഷ് എനിക്കറിയാം. സുധീഷല്ലേ? അവനങ്ങനെ പറയും. ഞാൻ മിക്കവാറും നിന്നെ ഇത് ഗ്യാങ് പുറത്താക്കും നീ ഇങ്ങനത്തെ ബാഡ് ബിഹേവിയർ ചെയ്താ. സോറി. എന്ത് സോറി? അവിടെ ഗസ്റ്റ് അല്ലേ? ഗസ്റ്റിന്റെ മുന്നിലാണ് നീ അങ്ങനെ. എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ടു, സത്യം പറയാലോ. പാട്ട് ഇഷ്ടപ്പെട്ട്, പക്ഷെ വരി ഇഷ്ടപ്പെട്ടില്ല. നീ ഇപ്പൊ അങ്ങനെ നേരത്തെ നീ പറഞ്ഞു പാട്ട് ഇഷ്ടമല്ല. നീ അവന്റെ മുഖത്ത് നോക്കിട്ട് പറഞ്ഞു. എനിക്കിപ്പോ പറയാൻ തോന്നി, അതുപോലെ ഞാൻ പറഞ്ഞു. മഹാത്ഭുതം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്കിംഗ് ബാഡ് മറ്റേ ഇതുപോലെ ആയി. വാൾട്ടർ വെയിറ്റ് എടാ വാൾട്ടർ വെയിറ്റ് മടക്കാന്നില്ലേ? ബ്രേക്കിംഗ് ബാഡില്ല, അതേപോലെ മെൽവിൻ ഗോട്ട് ബാഡ് ബ്രേക്കിംഗ് ബാഡ്. നെഞ്ചിടിപ്പിന്റെ താളം കൊട്ടാനായി പാടിക്കോ. സുധീഷിനെ പറ്റി എന്താ പറയാ? പാട്ട് വരി വന്ന് പാട്ട് ഗസ്റ്റ് വന്നിട്ട് പാട്ട് ഞാൻ ഇവര് തോന്നായിരിക്കും പറഞ്ഞ ഇപ്പൊ നിർത്തിയ हम सफल
एक BGM में तो ice सा like सिंध सा ए हमारे സമയായി इश्क हाथ നാളെ प्यार आप जेतुता शिशितोषम ഞാനും ഉണ്ട് ഇതിന്റെ तू फलाएना कैसे अपना लिए मंजिल ए मेरे हम सफल एक അല്ലെങ്കിൽ രാത്രി വരെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ കുറച്ച് ഞാൻ ലൈവില് പോകുമ്പോ വരെ അതെ പെട്ടെന്ന് ഇങ്ങനെ കാരണമുണ്ട് ഇത് നമ്മള് സമാജികളിയാക്കേണ്ട ഡിസ്റെസ്പെക്ട് ചെയ്താണ്. നാളെ പണിഷ്മെന്റ് ഉണ്ട് വെൽവനെ. ഇപ്പൊ ഇവനോട് പറഞ്ഞ കാര്യമില്ല. നാളെ punishment ഉണ്ട്. എന്ത് ലൊട്ടയായാലും ആ പണിഷ്മെന്റ് തന്നെ എടുക്കാന്ന് പറയുന്നത്. ഇന്ന് വേണ്ട. ഇന്ന് നീ പണിഷ്മെന്റ് എടുക്കുക. അപ്പൊ നീ മറക്കും നാളത്തേക്ക്. നാളെ നീ പച്ചക്കുള്ളപ്പോ നീ പണിഷ്മെന്റ് എടുക്കണം. ഇതെന്നോട് പണിഷ്മെന്റ് ഇത് കാണുമ്പോ ഇവന്റെ തൊലി നീ നാളെ ഇത് കാണണം. ഈ ലൈവ് പോയിട്ട് കാണല്ലേ. നാളെ വന്നിട്ട് നീ ഇവിടുന്ന് കണ്ടാ മതി കേട്ടോ. നിന്നോട് സംസാരിക്കാണ്ട് വിട്ടോ. പോയിക്കോ. അല്ല ഇപ്പൊ അയക്കല്ല. വണ്ടി ഒന്നും ഓടിക്കല്ല. കടന്നു പറഞ്ഞു കട്ടിറങ്ങിട്ട് പോയാ മതി. ഒരു പാട്ടും മെൽവിൻ സോളാ നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ് ഗസ്റ്റ് ഡിസ്റെസ്പെക്ട് ചെയ്ത് മോശമല്ലടാ. കോമഡിയിലൊക്കെ ഉണ്ട് ശരിയെന്ന്. പക്ഷെ അയാൾക്ക് എങ്ങനെയാ ഫീൽ ചെയ്യുക മനസ്സിലാവോ? പിന്നെ വേറെ നമ്മുടെ ഇവനെ ഒറ്റക്കിരുന്ന് ലൈവ് ചെയ്യണം. അല്ല ചെക്കന് പവർ ഉണ്ട് ഇപ്പൊ. ചെക്കൻ ചെയ്യട്ടെ. നീ ഇരിക്കണം മിറ്റാ പൊളിക്കടാ. എന്താണ് മക്കളെ വേണ്ടത്? പാട്ട് ഡയലോഗ് വേണോ? പാട്ട് പോരെ? ഈ ചാറ്റ് വായിച്ചിട്ട് ഒരാൾക്ക് റിപ്ലൈ ഒരു പാട്ട് കൂടി പാട്. സോളോ മെൽവിൻ ഡോളോ അത് പഞ്ചു വരുമ്പോ കഴിക്കാം നമുക്ക് മക്കളെ. ഡാൻസാ കർത്താവേ. നമുക്കൊരു പാട്ടോടെ അങ്ങ് അവസാനിച്ചാലാ? കർത്താവെ നീ കൽപ്പിച്ചപ്പോൾ നേരത്തെ വെച്ച മനസ്സിൽ ഞാൻ ഒരു നല്ല സോളാ സ്ട്രീം ചെയ്യാനാ പറഞ്ഞത് ചാറ്റ്. നോക്കട്ടെ ഇവന്റെ സ്ട്രീമിങ് കള്ളുപിടിച്ച് ഇവൻ എങ്ങനെ സ്ട്രീം ചെയ്യുന്നത് സംസാരിക്കാം അവരടുത്ത്. പവർ അങ്ങ് എടുക്കുമല്ലോ ദർശന എല്ലാം ലവ് സ്റ്റോറി ലവ് സ്റ്റോറി എന്തിനാ പറഞ്ഞല്ല പണ്ടാലമേ. ദിലീപിനെ പറയിപ്പിക്കാൻ പറ്റുമോ? എല്ലാം പറഞ്ഞത് ബാഡ് ബ്രാൻഡ് ഡാൻസാ ബ്രാൻഡ് അടിച്ച ബ്രാൻഡ് ഏതാന്ന്? ലെമോ ലെമോവാ വൈറ്റ് ഞാൻ അടിച്ചോളൂ. ഇന്നലെ ഉച്ചക്ക് ഇതാ വെള്ളം പോലത്തെ വോഡ്ക പോലത്തെ അല്ല മറ്റേ കളറാ വോഡ്ക അതെനിക്കോളൂ. ഇനി ചാത്തത് ഞാനിക്കൂല. റിമൂവ് എന്നാ പറഞ്ഞ എല്ലാരും. എൽഷിമിർ റിമൂവ് ലവ് സ്റ്റോറി BGMA ലവ് സ്റ്റോറി ഡാൻസ് ഡാൻസ് വേണ്ട. ഡാൻസ് ഞാൻ കളിച്ച് നടുവ് സ്റ്റിക്കർ ശരിയാ. 7 മണിക്ക് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഷർട്ട് ഞാൻ രാത്രി ഫുഡ് ഉണ്ടാക്കണം, എനിക്ക് നടു ഒട്ടും വയ്യ, ഞാൻ വീട്ടിൽ പൊക്കോട്ടോ എന്ന് ചോദിച്ചവനാ. ഞാൻ പറഞ്ഞു നീ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് ഇവിടെ ഒന്ന് കിടന്നുറങ്ങിക്കോ, ആരെങ്കിലും നിന്റെ അന്വേഷിച്ച് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞിട്ടാ ഞാൻ ലൈവിൽ പോയത്. പിന്നെ ഇതെന്താ ഇപ്പൊ ഇങ്ങനെ? അതെ ഞാൻ ലൈവിൽ കയറുമ്പോ നല്ല ഇതിൽ ഇങ്ങനെ മുഖത്തൊന്നും നോക്കുന്നില്ല. ലേമോണ്ടൊന്നുമല്ല. പിന്നെ അതൊക്കെ കൂടിയ സാധനമാണ്. ഞാൻ ഒന്നും അടിക്കാറില്ല. കുറഞ്ഞ സാധനം അടിക്കോളൂ. അത് ലേമോ 300 രൂപ പൈഞ്ച് 300 രൂപ പൈൻ്റാ. റാംബോ കൊടുത്തതാണോ ചോദിക്കുന്നത്. ഞാൻ നിനക്ക് മദ്യം തന്നിട്ടുണ്ട് ഇവിടെ? ഒരിക്കലും ഇല്ല ബ്രോ. എനിക്കത് തന്നെ ആവശ്യമില്ല. ഞാൻ അടിക്കണമെങ്കിൽ എന്റെ പൈസ അടിക്കും. ഒറ്റക്കടിക്കോൾ അടിക്കണമെങ്കിൽ. സിറ്റുവേഷൻ നോർമൽ ആക്കാൻ വേണ്ടി നീ സ്ക്രിപ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഊതി കൊടുക്കുക ക്യാമറയില്. സ്ക്രിപ്റ്റ് എനിക്ക് കണ്ടെന്ന് മനസ്സിലായില്ലേ വണ്ടങ്ങനെ. സ്ക്രിപ്റ്റ് ആണ് ചെറുതായിട്ടില്ല. ഞാൻ കള്ളു കുടിച്ചാലുണ്ടോ പക്ഷെ അത് കുടിച്ചിട്ടില്ല. സോറി. എന്തെങ്കിലും ഉറപ്പിക്കും. ഇത് സ്ക്രിപ്റ്റ് ആണോ അല്ലയോ? നീ കള്ളു കുടിച്ചില്ലോ ഇല്ലയോ? എന്താ നീ എന്നെ വിളിക്കുന്നേ? മണമുണ്ട്. ഞാൻ മണമുണ്ട്. ഇവൻ നേരെ സ്ക്രിപ്റ്റ് ആണോ അല്ലയോ പറ. അല്ല സ്ക്രിപ്റ്റ് ഒന്നുമല്ല ബ്രോ.
നേരത്തെ തന്നെ മറന്നു. ഞാൻ സ്ക്രിപ്റ്റാണ് പക്ഷെ ഇവര് സ്ക്രിപ്റ്റ് അല്ല. അങ്ങനെ പറഞ്ഞാ തല തിരിച്ചു പറയടാ. അങ്ങനെ പറഞ്ഞാ അതായത് എങ്ങനെ നീ വിശദീകരിക്കും? എന്താ സ്ക്രിപ്റ്റ് ചെയ്തതപ്പം? ഞാൻ ഒരു പാട്ട് പാടി. എനിക്ക് എമ്മിന്റെ പാട്ടൊക്കെ അങ്ങനെ പാടാൻ അതല്ല ഞാൻ ചോദിക്കുന്നത്, എന്താ നീ സ്ക്രിപ്റ്റ് ചെയ്തത്? അപ്പൊ നീ അയാളോട് സംസാരിച്ചത് സ്ക്രിപ്റ്റാ? അല്ല സോറി. നീ കയ്യില് പശ്ചാത്താപമുണ്ടോ? വിഷമുണ്ടോ? പശ്ചാത്താപം വരുത്തുകയോ ഞാൻ പിന്നെ റെസ്പെക്ട് നമ്മള് ബഹുമാനിക്കണ്ടവരെ. പക്ഷെ ഞാൻ ചെയ്തു. പിന്നെ നീ ഡിസ്റെസ്പെക്ട് ചെയ്ത് അയാളോട് നിങ്ങളെ പാട്ട് കൊള്ളൂലെന്ന് പറഞ്ഞില്ലേ നീ? അങ്ങനെയല്ല പറഞ്ഞു. പാട്ട് പാട് ശരിയായില്ല. വലിയ സമയത്ത് പാടില്ല. കറക്റ്റ് വരി ഞാൻ ഉദ്ദേശിച്ച വരി ഞാൻ പാടില്ല. നീ ഉദ്ദേശിച്ചതാ? അയ്യോ എന്ത് പിന്നെ അതാ കഴിഞ്ഞ് ഇനി എന്റെ പണിഷ്മെന്റ് പറ. അത് കഴിഞ്ഞിട്ട് നാളെ ഞാൻ ലീവാണ്. ഇറ്റ്സ് സ്ക്രിപ്റ്റ് കണ്ടന്റ് മേക്കർ നല്ല കിടിലം പോലെ ചെയ്യും. മനസ്സിലായി? ആസ്പാക്ക് തീട്ട സാധനം സ്ക്രിപ്റ്റ് ചെയ്യലോ. നമുക്ക് പണ്ടത്തെ പോലെ സ്ക്രിപ്റ്റ് തുടങ്ങണം കേട്ടോ. ആസ്പാക്ക് ഓൾഡ് തൊപ്പി പോലെ കിടിലൊരു സാധനം പ്ലാൻ ചെയ്യും. സ്ക്രിപ്റ്റ് അങ്ങ് പ്ലാൻ ചെയ്യും. പിന്നെ അത്രേ ഉള്ളൂ. ഇവർ എന്തായാലും സ്ക്രിപ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ സ്ക്രിപ്റ്റ് അടിക്കുക. കുറെ കാലമായില്ലേ ഒരു സാധനം പ്ലാൻ ചെയ്തത്. ബാക്കിയുണ്ടോ സാധനം? ബാക്കിയുണ്ടോ നോക്കുന്ന സാധനം ഈ വീട്ടില് ഇതിന് കുറച്ച് എനിക്ക് റൂൾസ് പറയാനുണ്ട്. നീ നിന്റെ കെട്ടിറങ്ങി കഴിഞ്ഞാൽ നിന്നോട് കുറച്ച് സംസാരിക്കാണ്ട്. ആണ് ഈ ചൊപ്പതി. ഓക്കെ ഡാൻസ് ചെയ്യാൻ പറയുന്നത് നിന്നോട്. ഡാൻസ് ചെയ്യാൻ ഡാൻസ് ഡാൻസ് ചെയ്യാൻ ഞാൻ പറയട്ടെ. ആ പുള്ളിയിലായിരുന്നു മനസ്സിലായത്. ബിഗ് ഡിസ്റെസ്പെക്ട് ആണ്. അയാൾക്ക് ഇതൊരു ബിഗ് ഡിസ്റെസ്പെക്ട്. ഇത് നമ്മൾ പണിഷ്മെന്റ് കൊടുക്കേണ്ട വയസ്സാണ്. മനസ്സിലാവും? സംഭവം നമ്മള് കോമഡിയിലാക്കാം. പക്ഷെ നാളെ ഇവന്റെ കട്ടിറക്കി ഇവന്റെ പണിഷ്മെന്റും കൊടുത്തിട്ട് ബാക്കി നമുക്ക് ഡാൻസും പരിപാടിയിലാക്കാം. ഓക്കെ, അപ്പം ഗൈസ് സീ യു ഗൈസ് ടുമോറോ നൈറ്റ്. അപ്പം ഗുഡ് നൈറ്റ്. നാളെ കാണാം. 2 മണി കഴിഞ്ഞു. Bye guys, love you. Bye. See you tomorrow.